നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് ഇവിടെ ഏറ്റവും അധികം ട്രോളുകളായി രൂപപ്പെടുന്നത്. 2024 ട്രോളുകളിലെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയുടെ, അതായത് വീണ വിജയന്റെ അമ്മയുടെ പെൻഷൻ കാശിനെ കുറിച്ചുള്ള അവകാശവാദമാണ്. അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കം ഉണ്ടാവില്ല. തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി തൻ്റെ മകൾ ബിസിനസ് ചെയ്തത് അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണ് എന്ന് വ്യക്തമാക്കുന്നു. ഒരു പെൻഷൻ പണം കൊണ്ട് IT കമ്പനി ഉണ്ടാക്കി മാസം 50 ലക്ഷം രൂപ കൺസൾട്ടൻസി ഫീസായി ഒരു കമ്പനിയോട് മാത്രം വാങ്ങാൻ കഴിയുന്ന, അതും ഒരു സേവനവും ചെയ്യാതെ അങ്ങനെ കഴിയുന്ന സ്ഥാപനത്തെക്കുറിച്ചുള്ള ട്രോളുകൾ നിറയുകയാണ്. എന്നാൽ എന്തായിരുന്നു പിണറായി വിജയന്റെ ഭാര്യയുടെ ജോലി? എത്രയായിരുന്നു അവരുടെ പെൻഷൻ? ഇതുകൂടി ചർച്ചയാക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാലം പിണറായിയുടെ ഭാര്യ കമല എയ്ഡഡ് സ്കൂളിലെ സെന്റ് ജോസഫ് സ്കൂളിലെ ഒരു UP സ്കൂൾ അധ്യാപികയായിരുന്നു. ഇപ്പോൾ 68 വയസ്സായി. 12 വർഷം മുൻപ് റിട്ടയർ ചെയ്തു. അതായത് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തതാണോ അതോ വോളണ്ടിയർ റിട്ടയർമെന്റ് അതിനു മുമ്പ് വാങ്ങിയതാണോ എന്ന് വ്യക്തമല്ല. ചിലരൊക്കെ പറയുന്നത് നേരത്തെ തന്നെ റിട്ടയർമെന്റ് വാങ്ങിയിരുന്നു, വലിയ ആനുകൂല്യങ്ങളൊന്നും കിട്ടിയില്ലെന്നാ. പക്ഷെ അങ്ങനെ 12 വർഷം മുമ്പ് റിട്ടയർ ചെയ്തു എന്ന് കരുതുക. ഒരു UP സ്കൂൾ അധ്യാപിക റിട്ടയർ ചെയ്താൽ 78 ലക്ഷം രൂപ ഗ്രാറ്റുവിറ്റിയായി കിട്ടുമോ? അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വാരിക്കോരി കൊടുക്കുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അറിയാത്തത് കൊണ്ട് ചോദിക്കുന്നതാണ്. ഈ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് ഷോൺ ജോർജ് ആണ്, PC ജോർജിന്റെ മകൻ. ഷോൺ ജോർജ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇങ്ങനെ എഴുതുന്നു: മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു. കേരള നിയമസഭയിൽ തന്റെ മകളുടെ കമ്പനി ഭാര്യ കമല വിജയന് പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. ഇത് തെറ്റാണെന്ന് തെളിയിക്കുന്ന വീണ വിജയന്റെ എക്സാലോജി കമ്പനി നൽകിയ ബാലൻസ് ഷീറ്റിൽ കമ്പനി തുടങ്ങാൻ ഉപയോഗിച്ച പണം എത്രയാണെന്ന് വ്യക്തമാക്കുന്ന രേഖ ഇതോടൊപ്പം നൽകുന്നു. ഇതിൽ സഭാസമിതി അന്വേഷിക്കണം. എന്നിട്ട് ബാലൻസ് ഷീറ്റിൽ പറയുന്നത് 1 ലക്ഷം രൂപയായിരുന്നു ഇതിന്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്. 1 ലക്ഷം കൊണ്ടല്ല ബിസിനസ് കെട്ടിപ്പടുത്തത്. ഏക ഡയറക്ടറായി വീണ വിജയൻ 78,47,153 രൂപ കൊണ്ടുവന്നു പറയുന്നുണ്ട്. അതാണ് അതിന്റെ മൂലധനം എന്ന് പറയുന്നത്. ഈ മൂലധനം എവിടെ നിന്ന് കൊണ്ടുവന്നു? ഇത് പെൻഷൻ പണമായി കിട്ടിയതാണോ? അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ ഇനി ചെയ്യേണ്ടത് തന്റെ ഭാര്യയ്ക്ക് എത്ര രൂപ പെൻഷൻ പണമായി കിട്ടി, അത് എന്ന് കിട്ടി, അത് എത്ര രൂപ ഇങ്ങോട്ട് മാറ്റി, അത് 78 ലക്ഷം രൂപയാണോ, ബാങ്ക് അക്കൗണ്ട് വഴി ആയിരിക്കുമല്ലോ മാറ്റിയത് എന്നുള്ളതാണ്. പിണറായി വിജയന്റെ മകൾ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് 78 ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് മാറ്റിയത്. അതുകൊണ്ടാണ് കണക്കിൽ വന്നത്. ഈ 78 ലക്ഷം രൂപ പിണറായി വിജയന്റെ മകൾക്ക് എവിടെ നിന്ന് കിട്ടി? അത് ഭാര്യ പെൻഷൻ പണം കൊടുത്തതാണോ? അത് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ്. ഉത്തരവാദിത്വമുള്ള സ്റ്റേറ്റ്മെന്റാണ്. നിയമസഭയിൽ നുണ പറയാൻ പാടില്ല. അത് അവകാശ ലംഘനമാണ്. പിണറായി വിജയന്റെ ഭാര്യ 78 ലക്ഷം രൂപ മകൾക്ക് ബിസിനസ് തുടങ്ങാൻ കൊടുത്തതിന് ബാങ്ക് രേഖകൾ പുറത്തുവിടണം. കൈകൾ ശുദ്ധമാണ് എന്ന് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയുന്ന ഒരു മുഖ്യമന്ത്രി കുറച്ചുകൂടി സുതാര്യത കാട്ടണം. അല്ലെങ്കിൽ വലിയ സംശയങ്ങൾക്ക് കാരണമാകും. പെൻഷൻ പണം എന്ന് പറഞ്ഞത് ശരിയാവണമെങ്കിൽ തീർച്ചയായും ഇത്രയും പണം പെൻഷൻ കിട്ടിയിരിക്കണം, ഇത്രയും പണം മകൾക്ക് കൈമാറിയിരിക്കണം. പറയുമോ? പിണറായി ഇപ്പോൾ പറയില്ല എന്നെല്ലാവർക്കും അറിയാം. പക്ഷെ പറയേണ്ടി വരും. കാരണം എക്സാലോജിക്കിനെ വളഞ്ഞു പിടിച്ചിരിക്കുന്നു SFIO. ഇതിനു മുമ്പുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പോലല്ല SFIയുടെ അന്വേഷണം. SFIO വളരെ ഗൗരവമേറിയ അന്വേഷണങ്ങൾ മാത്രമേ നടത്തൂ. അല്ലാതെ വഴിയെ പോകുന്ന ചെറിയ തട്ടിപ്പുകൾ പിടിക്കില്ല. കോടികളുടെ ഇടപാടുകൾ നടന്നാൽ മാത്രമേ പിടിക്കൂ. അങ്ങനെ ഒന്ന് പിടിച്ചാൽ അത് ഉടുമ്പ് പിടിക്കുന്നത് പോലെ രക്ഷപ്പെടാൻ പാടാണ്. ഇത് പിണറായിക്ക് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം നടത്തുമ്പോൾ മകൾ കർണാടക ഹൈക്കോടതിയിൽ പോയി ഇന്നലെ തന്നെ പുതിയ ഹർജി കൊടുത്തത്. കേരള ഹൈക്കോടതി KSIDC ഇത്തരമൊരു ഹർജിയുമായി പോയപ്പോൾ എടുത്ത് ഓടിച്ചത് കൊണ്ടാണോ എന്ന് അറിയില്ല. എന്നാലും കർണാടക ഹൈക്കോടതി പോയിട്ടുണ്ട്. കർണാടക ഹൈക്കോടതി പോകാൻ ന്യായം പറയുന്നത് ഈ എക്സാലോജിക്ക് ബാംഗ്ലൂരിൽ രജിസ്റ്റർ ചെയ്തെന്നാണ്. പക്ഷെ അത് പൂട്ടിയല്ലോ. ഇത് മാത്രമല്ല, പിണറായിയുടെ മകൾ ബാംഗ്ലൂരിലല്ലല്ലോ താമസിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെയും പോകാം, പോട്ടെ, കർണാടകയിൽ പോകട്ടെ. ഇങ്ങനെയൊരു ഹർജി കൊടുക്കാൻ എന്തിനാണ് ഇത്ര വെപ്രാളം? ഇതുവരെ പിണറായി വിജയൻ നിയമസഭയിൽ പൊട്ടിത്തെറിച്ചതൊഴിച്ചാൽ പിണറായിയുടെ മകളോ
മരുമകനോ ഇതേക്കുറിച്ച് കമാന്നൊരക്ഷരം പറഞ്ഞിട്ടില്ല. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്, ഗൗനിക്കേണ്ടതില്ല എന്നായിരുന്നു പാർട്ടിയുടെ വാദം. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്? അതും ചടുതിയിലാണെന്ന് ഓർക്കണം. KSIDCക്ക് നോട്ടീസ് കിട്ടിയതിന് പിറ്റേ ദിവസം CS വൈദ്യനാഥനെ പോലുള്ള പ്രഗത്ഭനായ അഭിഭാഷകനെ 50 ലക്ഷം രൂപ ഫീസ് 2 തവണയായി കൊടുത്ത് KSIDCക്ക് വേണ്ടി വാദിച്ചു തോറ്റു. അതേ വേഗതയിൽ തന്നെ മകളിലേക്ക് എത്തുന്നതിന് മുൻപ് പിണറായിയുടെ മകൾ ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു. ഈ വേഗതയിൽ ഇതൊക്കെ ചെയ്യുന്നതിനർത്ഥം ഷോൺ ജോർജ് പറഞ്ഞതുപോലെ കുറ്റസമ്മതം തന്നെയല്ലേ? സ്വാഭാവികമായുള്ള ചോദ്യമാണ്. കുറ്റസമ്മതം തന്നെയാണ്. ഒരു കുഴപ്പവുമില്ലെങ്കിൽ, കൈകൾ ശുദ്ധമാണെങ്കിൽ ഇത്ര വെപ്രാളപ്പെട്ടു പോകേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് അവർ പോയത്? നിരപരാധിത്വം തെളിയിക്കാനല്ല, അന്വേഷണം തടയാനാണ്. ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ, കൈകൾ ശുദ്ധമാണെങ്കിൽ അന്വേഷണം തടയുന്നത് എന്തിനാണ്? SFIO അന്വേഷിക്കട്ടെ, അവർ ചോദിക്കുന്ന തെളിവുകൾ കൊടുക്കാമല്ലോ. പിണറായി വിജയന്റെ മകൾക്ക് പിണറായിയുടെ ഭാര്യ കൊടുത്ത പെൻഷൻ പണമാണ് മൂലധനമെങ്കിൽ, കിട്ടിയ എല്ലാ പണവും ബാങ്കിലൂടെ രേഖപ്പെടുത്തിയെങ്കിൽ, അതെല്ലാം തെളിവുണ്ടെങ്കിൽ, അതൊന്നും മാസപ്പടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭയക്കുന്നത്? നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യാൻ അവകാശമുണ്ട്. കേരളത്തിലെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. കേരളത്തിന് പുറത്ത് ധൈര്യമായി ബിസിനസ് ചെയ്യാം, നിയമപരമായിരിക്കണം. അതിനെല്ലാം GST അടച്ചെങ്കിൽ, അതിനെല്ലാം ടാക്സ് അടച്ചെങ്കിൽ, അതിനെല്ലാം വൗച്ചർ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? പിന്നെ എന്തിനാണ് ഈ അന്വേഷണം വേണ്ട എന്ന് പറയുന്നത്? ഈ അന്വേഷണം പകപോക്കലാന്ന് പറയുന്നത് എന്തിനാണ്? ഇത്രയും തെളിവുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പകപോക്കാൻ കഴിയുന്നത്? വളരെ ഗൗരവമായ അന്വേഷണം നടക്കുന്നു. പിണറായിയുടെ മകളിലേക്ക് ഈ ആഴ്ച തന്നെ എത്തുമെന്ന് ഉറപ്പായി. കാരണം 2 ഇടത്ത് എത്തിക്കഴിഞ്ഞു, 2 കമ്പനിയിൽ പോയി കഴിഞ്ഞു. KSIDCയിലും ചെന്നു, CMRLിലും ചെന്നു. KSIDCയിലെ ഡയറക്ടർമാർ അവിടുന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം CMRL തുടരുന്നതടക്കമുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് അന്വേഷിക്കുന്നു. അവരുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. അവർക്ക് മറ്റു പല കളങ്കിത കച്ചവടക്കാരുമായി ബന്ധമുണ്ട്. ഈ കളങ്കിത കച്ചവടക്കാരെല്ലാം ഇടനിലക്കാരായി മാറുന്ന കാഴ്ചയാണ്. അതിന് വിശദാംശങ്ങളിലേക്ക് പോകുമ്പോഴാണ് മാസപ്പടി പിണറായിയെയും മകളെയും വേട്ടയാടുമെന്ന് ഉറപ്പാകുന്നത്. അതുകൊണ്ടാണ് ഭയപ്പെട്ട് അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി സഹായിക്കുമെന്ന് കരുതിയല്ല, ആ സുപ്രീം കോടതിയിൽ പോയാണെങ്കിലും തടയണമെന്ന വാശിയാണ്. ഇതുവരെ അങ്ങനെയായിരുന്നല്ലോ പിടിച്ചുന്നത്. പക്ഷേ ഇനി അങ്ങനെയല്ല എന്നാണ് അറിയാവുന്നവർ പറയുന്നത്. മാത്യു കുഴൽനാടൻ പറഞ്ഞത് അങ്ങനെയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇതുവരെ പിണറായിയുടെ മകളെ സഹായിച്ചു, പിണറായിയെ സഹായിച്ചു. പക്ഷെ ഇനി അത്ര എളുപ്പത്തിൽ സഹായിക്കാൻ കഴിയുന്നു വരില്ല. SFIO ഗൗരവമായി തന്നെ കേസെടുത്തിരിക്കുന്നു, തെളിവുകൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ഈ അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഉടുമ്പ് പിടിച്ചതുപോലെ പിന്നാലെയുണ്ട്. എല്ലാ തെളിവുകളും ശേഖരിച്ച് നിരന്തരമായി ഇതിന്റെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൈക്കോടതി കേസ് കിടക്കുന്നു. അങ്ങനെ ആകെ കൂടി പിണറായിയുടെ മകൾ വെപ്രാളപ്പെടേണ്ട സാഹചര്യമാണ്. ഇനിയുള്ള 2.5 കൊല്ലം പിണറായിക്ക് ദുരിതത്തിൻ്റെതാവും. കേന്ദ്ര അവഗണന, പക വീട്ടിലെന്നൊക്കെ പറഞ്ഞ് തടുത്തപ്പാൻ ശ്രമിക്കാം. പക്ഷേ അണികൾ പോലും വിശ്വസിക്കില്ല. ഇതെല്ലാം തിരിഞ്ഞു കുത്തി തുടങ്ങി. ഈ മാസപ്പടിയുടെയും തട്ടിപ്പിന്റെയും വിശദാംശങ്ങൾ പതിയെ പതിയെ പുറത്തേക്ക് വരാൻ പോകുന്നു. ഈ അന്വേഷണ ഏജൻസിയെക്കുറിച്ചും അതിന്റെ തലവൻ അരുൺ പ്രസാദിനെ കുറിച്ചും എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. എല്ലാ രേഖകളോടെയായിരിക്കും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ മാസപ്പടി നിയമവിരുദ്ധമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അത് പിണറായിയെയും അദ്ദേഹത്തിന്റെ മകളെയും ശരിക്കും വെള്ളം കുടിപ്പിക്കുമെന്ന് തീർച്ചയാണ്.